ഹലോ ഗീസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. ഇപ്പം നമ്മൾ പുതിയ താറൊക്കെ ലോഞ്ച് ചെയ്തേ, അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പം എടുക്കാൻ വേണ്ടി പോകുന്നു ഗീസ്. അതിന് നമ്മൾ ഈ ബൈക്ക് കളിച്ചിട്ടാണ് പോകുന്നത്. ഈ ബൈക്കിൻ്റെ ചീറ്റ് കോഡ് എനിക്കറിയാം, പക്ഷെ പേര് അറിയില്ല. എനിക്ക് അതിനും വായിക്കാൻ കിട്ടുന്നില്ല ഗീസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. എനിക്ക് സ്ഥലം അറിയേ. അവർ താറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ പഴയ വീട്ടിലുണ്ടാവും മഞ്ഞ കളറ്. ഗേസ്, അപ്പോൾ ഈ സ്ഥലത്തായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇവിടെ ഇല്ല ഗേസ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നെന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ തപ്പിയിട്ടൊന്നും കാണാനില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിലേക്ക് തന്നെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഗേസ്. ഈ സ്ഥലത്തില്ല, ഞാൻ എവിടെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ പേസ്റ്റ് ഒതുക്കുന്നു, ചിലപ്പോൾ എനിക്ക് കിട്ടിയാലോ എൻ്റെ ലൊക്കേഷൻ. കേസ് എനിക്ക് ലൊക്കേഷൻ കിട്ടി കേസ്. നമ്മുടെ വീട്ടിലാണ് ലൊക്കേഷൻ, പക്ഷെ എനിക്ക് വീടൊന്നും അറിയില്ല. അത് ബ്ലാക്ക് കളറാക്കാനും പറ്റില്ല. ഹൗസ് കളർ ബ്ലാക്ക് എന്ന് വെച്ചിട്ട് ബ്ലൂ ആക്കാം, ഗ്രേ ആക്കാൻ പറ്റില്ല, റെഡ് ആക്കാം, RGB ആക്കാം. പിന്നെ മേലൊക്കെ കയറിയിട്ടൊക്കെ കുറേ വർഷമായി. നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു ഗൈസ്, പൊക്കോണ്ടിരിക്കുക. അവധിയൊക്കെ എന്തായാലും വീഴും, കാരണം അങ്ങനത്തെയാണ് ഞാൻ. സ്കെൽറ്റനാണ്. ഫോൺ എടുക്കുക, RGS എന്താ സ്പാനറിൻ്റെ പോലെ അതമർത്തുക. എന്നിട്ട് അങ്ങനെ എന്തോ കാണിക്കും, അതമർത്തിയിട്ട് PM ഗ്യാപ്പ് വേണ്ട, PM1 അങ്ങനെ അരച്ച് കഴിഞ്ഞാൽ റൈറ്റ് എന്ന് ഒതുക്കുക. സൈഡിൽ ബാക്കിൻ്റെ ചിത്രമില്ലേ, ബാക്കിലോട്ട് ഉണ്ട്, അതമർത്തിയിട്ട് പ്ലാൻ എന്ന് ഒതുക്കുക. അത്രേ ഉള്ളൂ. ഹെലികോപ്റ്റർ എടുത്ത് നമ്മളിപ്പോൾ അപ്പോൾ പിന്നെ സ്പൈഡർമാൻ്റെ അയർമാൻ്റെയും ചെയ്ത് ഞാൻ കമൻറ്റിൽ പറയാൻ പറഞ്ഞല്ലോ അല്ലേ. ഞാനൊക്കെ അത് മറന്നുപോയി. പിന്നെ അവസാനത്തെ പ്രാവശ്യമാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത് വീഡിയോയിലില്ല. അങ്ങനെയെങ്കിലൊക്കെ പറ്റിയാൽ മതിയായിരുന്നു ഗൈസ്. എനിക്ക് ബുദ്ധി തോന്നിയ ഞാൻ മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ചാടുള്ളൂ പ്ലെയിനിൽ, ഹെലികോപ്റ്ററിൽ നിന്ന്. ഇപ്പം എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേലെ തന്നെ ചാടി. ഈ പണ്ടായം വെച്ച അഭിഷേകിനെ കൊണ്ട് അപ്പം നമുക്ക് വിഷമുണ്ട് ഗൈസ്. ഇത്രയും മറ്റേതൊക്കെ കുറയല്ലേ ഹെൽത്ത്, ഇൻഫിനിറ്റി ഹെൽത്ത്. എനിക്കിപ്പോഴൊന്നും അറിയില്ല. ഇപ്പം എന്തോ സാധനം താഴ്ക്കുന്നു, ഇവിടെ മഴയൊന്നുമില്ല, എന്താ താഴേക്ക് വീഴുന്നത്. ഞാനിപ്പോൾ നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് 400ൻ്റെ ബൈക്ക് വിളിക്കാം. അത് ചട്ടിയാണ് അതുപോലെ താഴേക്ക് കഴിക്കും, അല്ലെങ്കിൽ പുളീൻ്റെ കുരുല്ലേ, പുളിക്കുരു അതായിരിക്കും. ആരെങ്കിലും തമ്മിൽ അത് കളിക്കും, പുളിക്കുരും തമ്മിൽ. ഇതെന്നത് ബൈക്കിൽ കയറേണ്ട ഓപ്ഷൻ വെച്ചത്. ഇപ്പോൾ വന്നതിൻ്റെ ഓപ്ഷൻ പെട്രോൾ പമ്പിലെത്തി. നമ്മളിപ്പോൾ ലാസ്റ്റത്തെ വോയിസ് ഓവറാണ് ഗൈസ്. പിന്നെ വല്ല ശബ്ദവും കേട്ടോ, എൻ്റെ മോന് ഹ്യൂമൻസിൻ്റെ ശബ്ദത്താ. അപ്പോൾ പക്ഷികളുടെ ഒക്കെ ആണെങ്കിൽ അപ്പോഴാണെങ്കിലും കേൾക്കും. ഇതെന്താണെന്ന് അറിയില്ല, ഞാൻ ടെലിപ്പോർട്ട് പോകുക എനിക്കറിയില്ല എന്ന് ഗൈസ്. പക്ഷെ ഞാൻ ഇവരുടെ അടുത്തേക്ക് ചാടി. അപ്പോൾ ടെലിപ്പോർട്ട് പോകുകയെ പോലീസ് സ്റ്റേഷനിൽ ചാടിയാണ് എയർപോർട്ടിൽ എത്തി. കഴിഞ്ഞ അവിടെ താറുണ്ട്. അപ്പോൾ അത്
പിന്നെ മോഡിഫിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരൊക്കെയോ. അപ്പോൾ നമ്മൾ താറ് എടുത്തിട്ട് പോവാന്ന് കേസ്. ഇത് സെറ്റ് താറാണ് കേസ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര സ്പീഡിൽ പോകുന്നു. ഇതിൽ ബ്ലാക്ക് കളർ എൻ്റെ മോനെ, എൻ്റെ ഫേവറേറ്റ് കളറൊക്കെ വെച്ചിരിക്കുന്നവർ. ഈ താറ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് സ്പീഡായിട്ട് പോകാൻ പറ്റുന്നത്. ഇത് വെയിറ്റ് കുറവല്ലേ അത്രേ. സ്പീഡിൽ മുമ്പോട്ട് പോകുന്നത്. സൈഡിൽ പോകുമ്പോൾ സ്കിഡിരിക്കും കേട്ടോ. സ്പീഡിൽ മുമ്പോട്ട് പോയിട്ട് സൈഡിലേക്ക് പോകുമ്പോൾ സ്കിഡിരിക്കും. സ്പീഡിൽ മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ മറ്റേ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പ്ലേ സ്റ്റോറിൽ അമർത്തിയിട്ട് ആപ്പ് ഓഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് അമർത്തി കഴിഞ്ഞാൽ എല്ലാ ചീറ്റ്കോട്സും കാണും. നിങ്ങൾ സൈഡിൽ എസ് പോലെ സാധനം കണ്ട് ഗൈസ്. ഇതെനിക്ക് അറിയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.